വണ്ടി വണ്ടി ഒരുത്തനെന്ന് തോന്നുന്നു. ബാക്കി കയറിയാരാ അടിച്ചിട്ടല്ല അവൻ അങ്ങോട്ട് വണ്ടി. ബഫർ 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 ഞാനിതിപ്പോ തലേ വരുവോ? എടാ അവനെ കേട്ടറാ ഏതറാ കേറിക്കോളല്ലോ. എന്തോ പൊട്ടി മരിച്ചേ എന്തോ പൊട്ടി മരിച്ചേ. ലോലം കയറി ലോലം കയറി പിന്നാലെ എന്ത് പരിപാടി റാണി? ഒരു മിനിറ്റ് ഓടി വരുന്നാണ് പാവളിയാ. നമുക്ക് മുച്ചിരി ഇറിറ്റേറ്റ് ചെയ്താലേ പോയി സംസാരിച്ച എന്തേലും പറയാവൻ. എന്ത് പറയാ ഒന്നും പറയില്ല. പിന്നെ ഇല്ലല്ല സംസാരിച്ചാ പറയാ. എന്ത് പറയുന്നാണ് പറയണ? അപ്പൊ കൂടെ പറ എന്തേലും പറയും. ചൂടായിട്ട് എന്തേലും പറയും. എന്നെ ഇഷ്ടപ്പെടില്ല. മുച്ചിരിയുടെ നമ്മളെ മറ്റേ നേരത്തെ റെഡ് വണ്ടി റിപ്പയർ കിടപ്പുണ്ട് കേട്ടോ. മുച്ചിരി നമുക്ക് സീരിയസ് ആവും, സീരിയസ് ആവും. ഞാൻ കലിപ്പൊക്കെ ഉണ്ടാക്കുവേ കേട്ടോ. കാര്യം പറ. മുച്ചിരി എവിടെ? അവൻ അവിടെ ഞാൻ ഇങ്ങനത്തെ റോള് കാണിക്കുവേ. ഇങ്ങനെ മറ്റേ എന്ന് വെച്ചാൽ ഒരുമാതിരി ഊമ്പിയ പരിപാടി ആണെങ്കിൽ നമ്മൾ ഗ്യാങ്ങിൽ ഇത് പരസ്പരം തല്ലൊന്നും ഉണ്ടാക്കാത്ത പോണെയാണ്. ഒരുമാതിരി ചുമ്മാ ഒരുമാതിരി ഇടയിൽ കയറി വന്ന് അങ്ങനെയൊക്കെ ഞാൻ ചുമ്മാ മറ്റേ പട്ടി ഇത് കാണിക്കും. മനസ്സിലായോ? നീ അപ്പൊ അതിന്റെ കൂടെ പിടിച്ചോണം. അറിയാത്ത ആള് വണ്ടി ഓടിക്കുന്നു. എനിക്ക് പിങ് കാണാൻ പറ്റില്ല. മനസ്സിലാ? ഞാൻ അവിടെ പറഞ്ഞതാ പിങ്. ഇത് നോക്കാം. ബ്രോ ഇത്രയും പേര് ഇങ്ങനെ അടിക്കാൻ തോന്നി. നോക്കി ഓടിക്കണ്ടേ സുഹൃത്തെ? കണ്ടില്ല കണ്ടില്ലേ കുഴപ്പമില്ല. നമ്മുടെ ഒരാളാടെ ഇരിക്കുന്നുണ്ട്. ഓടി വന്നതാ. ഹലോ പറഞ്ഞോ. മാമ ഇങ്ങോട്ട് ഇല്ല ഇല്ല ഞാൻ ഇരിക്കുന്നുണ്ട് ഇതിന്റെ അകത്ത്. അവനെന്താ എന്താ ചെയ്യാ? അതിന്റെ ഇടയിലുണ്ട്. അതിന്റെ ഇടയിൽ അവൻ വേഷം മാറി ചെയ്യാ. അവന് വിളിക്കല്ലേന്ന് പറഞ്ഞു. പേര് വിളിക്കല്ലേന്ന് പറഞ്ഞു. വേഷം വിളിച്ച് എന്ത് ചെയ്യും അവൻ? മെസ്സേജ് കണ്ടപ്പോ നീ സിറ്റിയിലുള്ള തന്നെ പറഞ്ഞേ. എടാ വേഷം മാറി എന്തിനാണ്? കുണ്ടന്മാരി കുണ്ടന്മാരാ. നീ ആദ്യം എന്റെ തോളത്തിൽ ഇറങ്ങിയാണ്. നീ ഇറങ്ങും. അറിയത്തില്ല അവിടെ ഇരിക്കുന്നു. എന്തിനാണ് നോക്കാം. നോക്കിട്ട് അവന്റെ ഉദ്ദേശം അവൻ ഇങ്ങോട്ട് മാറ്റിയത്. ഒരു മിനിറ്റ്. നമ്മളെ ഷൗട്ടക്സ് അപ്പൂട്ടന്റെ മാമാട്ടന്റെ കൂടെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ബ്രോ ഒന്ന് ഇങ്ങോട്ട് വന്ന ഈ ബ്ലൂ. ആ അങ്ങോട്ടോ. അവൻ ആർപി ചെയ്യുക. അല്ലടാ അവൻ ലൈവ് ആണോ? അതിന് മുച്ചിരി. ഹലോ മുച്ചിരി അല്ലേ ഇത്? അല്ല ബ്രോ അല്ല അല്ല അല്ലെന്ന്. മുച്ചിരി അല്ലെന്നത്. തിരിച്ചോ. മുച്ചിരി അല്ലേ ഇത്? കാക്കയടാ. ലോക്കേക്ക് വരാ. അളെ വണ്ടി ഇടുവാ പോവാം. അങ്ങനെ വിളിക്കേ നമുക്കത് ഫീൽ ആവേ. അള്ളി പിടിക്കുവേ. അള്ളി പിടിക്കണമെന്നല്ല. എന്തോ അറിഞ്ഞോ? എനിക്ക് അറിഞ്ഞൂടാ. കമാൻ കേറ്. ഷണ്ടനും മൊണ്ടനും എല്ലാം കേറ്. പറയില്ലേ ഇവിടെ പ്രിപ്പയർ ഉള്ളവന്മാരൊക്കെ ചിലർക്ക് ഫീൽ ആവും.
നമ്മളോട് വേറെ ഒത്തിട്ടല്ലേ ഇവൻ എന്താണ് ചെയ്യണെന്ന് എനിക്കൊന്ന് കാണാം. അവൻ ബാക്കിലേക്ക് അല്ല അവനല്ല മറ്റേ പയ്യനെ നമ്മളെ ആ പയ്യൻ പേരൊക്കെ ചേട്ടാ എന്താണ് ഈ വേഷന്മാരെന്താ ചെയ്യണമെന്ന് കാണണമല്ലോ. ഇറക്കി സാർ അവരുടെ പോയിസ് എല്ലാം മണപ്പിക്കുന്നുണ്ട്. പേരെന്താ ബ്രോ? ബ്രോ പേരെന്താ? നീല ബ്രോ പേരെന്താ? നിന്റെയാ പേരെന്താ? സുകുമാര ചേച്ചി. സുകുമാരൻ സിസ്സ സുകുമാരന്റെ പെങ്ങളെങ്ങോ? സുകുമാര ശശി. സുകുമാരൻ ശശി ആ ഒരു ചേർച്ചയില്ലല്ലോടെ സുകുമാരൻ ശശി തമ്മിൽ. ഒരു ബന്ധമില്ലല്ലോ. ബ്രോന്റെ പേരെന്താ? ഇത് എന്റെ ലോല ലോല ഫുൾ നെയിം? ഫുൾ നെയിം ഇല്ല ലോല. ലോലാമണി. ലോലാമണി പറ്റൂലല്ലോ അറിയുന്ന ആൾക്കാർ. രണ്ട് പേരുണ്ടാവും എല്ലാവർക്കും ബ്രോ. ഹലോ എടാ 2 ഗോൾ ആയുള്ളൂ ഗയ്സ്. ഗോളടിച്ചാണ്. സുകുമാര ശശി എന്താ പരിപാടി? ഫോൺ സ്വിച്ച് ഓഫ് ഇപ്പൊ ഒരു ചെറിയ പരിപാടിയില്ല കഴിഞ്ഞു വരാം. ആ കളി നമുക്ക് പോവാം. എല്ലാ നമ്മുടെ വണ്ടിയിൽ എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ ചേട്ടന്റെ ഓടി നടക്കണോടെ ഇപ്പൊ എവിടെയോ പോണത് എന്താ നമ്പിയേട്ടാ? നീ ബിന്ദു തൊണ്ട മാറ്റിയാ? ഇല്ല. സത്യം ഞാൻ കൂട്ടിയതാ. ഈ ബഫറിന്റെ നീ ഒന്ന് കുറച്ചാണ് ഭയങ്കര ഒന്ന് കുറച്ച് തെറ്റേ ഇറിറ്റേഷൻ ആവണം എനിക്ക്. ഇനി ഇനി ടൈം സ്റ്റാമ്പും കൊണ്ട് ഇവിടെ വരല്ലേ. അല്ലെ നമുക്ക് വേഷം മാറാം. ഈ സ്കുഡ് ഗെയിമിന്റെ ഡ്രസ് എങ്ങനെ ഇട്ടത്? കുറഞ്ഞില്ലേ? ഷോപ്പില് സൗണ്ട് കുറഞ്ഞില്ലേ? എടാ നീ അവളും ബ്രേക്കപ്പ് ആയാ ലോല? ഇല്ല ആവോ ഉടനെ? ആവോ ആവോ ആവോടാ? ഇപ്പല്ലോ ബുദ്ധിമുട്ടായി പിന്നെ കാര്യം ഓള് ഇടക്കിടക്ക് കരിയുന്നുണ്ടാവും. ലോലന് മൈൻഡ് ഇല്ല തീരെ. കരയാണ്ടെങ്കിൽ നീ പോയി ആശ്വസിപ്പിച്ചു കൊടുക്കും. ഞാൻ കാര്യം പറയട്ടെ. കൊടുക്കട്ടെ? അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ തലയിലും വഴി കാണുമ്പോ എന്നെ പിടിച്ചടിച്ചിട്ടോണ നിൽക്കണം. വയ്യ എല്ലാരും ഇടിക്കും. ആ ചുമ്മാ വന്നിട്ട് ഞാൻ എന്നെ ഒന്ന് ഇടിച്ചിട്ട് പോണു. വയ്യാത്ത ഇങ്ങനെ ഇടക്കിടക്ക് ഇടിക്കും. അതെന്താ ഇടക്കിടക്ക് പട്ടിയുടെ സൗണ്ട് കേൾക്കുന്നു? പ്രസവിക്കാൻ പോകുന്ന പട്ടീനെ പോലത്തെ സൗണ്ട്. നീ എന്ത് പട്ടി പ്രസവിക്കണ പോയി നോക്കിക്കൊണ്ടിരിക്കും. ഇല്ല ഇവനായിരുന്നു പ്രസവിപ്പിച്ചത്. പട്ടി പ്രസവിപ്പിക്കണേന്ന് തോന്നേട്ടാ. ഇവ മറ്റേ തള്ളി വിടും മനസ്സിലാവും. അപ്പൊ പട്ടി ഇങ്ങനെ പ്രസവിക്കും. ഇവനാണ് മറ്റേ മെയിൻ ഇത്. ഇതാടെ പോന്ന് നമ്മൾ ഡ്രസ് ഷോപ്പില് ഹലോ ഇത് കുട്ടി ദേവൂട്ടിന്റെ കാലാണുള്ളത്. കണ്ടുപിടിക്കണ വേറെ ജൈവക്കുച്ചി. അല്ല ബ്രോ മറിക്കാം. ദേവക്കുട്ടി എന്ത് പരിപാടി? എന്ത് കൊറേ നേരം ഒരു തൈന മേലൊന്ന് വെടി വെക്കുന്നു. അവനങ്ങ് വെടി വെച്ചോളാം. വാ ഒന്ന് നോക്കല വിടാൻ പാടില്ലല്ലോ അങ്ങനെ. അങ്ങനെ ദേവക്കുട്ടിയെ നീ അവൻ സിറ്റി നിക്കണ്ട അങ്ങനെ. ഇവിടെ നിന്ന് കേറാണ് നമ്മള്. ഇതിന് വെള്ളൊന്നും ആരും ഇല്ല. സ്പോട്ട് ഇവിടെ മാമ അങ്ങനെ അല്ലെ നമുക്ക് അറിയാം കേട്ടാ. നമുക്കറിയാം. പിന്നെ അല്ല ഇവിടെ വെടിവെക്കണ സ്ഥലം അപ്പുറത്ത് കയറണം. അവള് ഊമ്പിച്ച് നമ്മളെ. അവളെ എന്നാ അവളെ കൊല്ല്. അവിടെ ആരുടെ നിന്റെ അച്ഛനിരിക്കുന്ന അടി കള്ളി ചേറ്റിൽ തെറി വിളിക്കല്ലേന്ന്. ആരാ തെറി വിളിച്ചളിയാ? ആരാ ആരാ ആരാ? ഇവിടെ എന്ത് സീനെന്തിന്? അഭിഷേക് സീൻ എന്തുവാ? എന്തോ ചാറ്റിലെന്തോ പ്രശ്നം? ഓക്കെ
എടാ കള്ളി 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 എടി അവിടെ ആരും ഇല്ലാടാ ദേവക്കുട്ടി ആരും ഇല്ലാടാ ചുമ്മാ നമ്മളെ പറ്റിക്കല്ലേ. നിന്റെ ഗ്യാങ്സ് ഒക്കെ എന്തായി? വരാൻ പറ്റില്ല ദേവക്കുട്ടി, സോറി, ഞാൻ ഇല്ലായിരുന്നു. ഞാൻ വരാം രാത്രി. അല്ല രാത്രി ആവുമ്പോ വരാൻ ഫ്രീ ആവും ഞാൻ, അപ്പൊ വരാൻ കാണാൻ. നമ്മളെ ദേവക്കുട്ടി ബന്ധമാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല ബന്ധത്തിലാണ്. ഇതാരാളി ബഫർ ബഫർ ദേവട്ടി സിംഗിൾ ആണ്ടാ. ദേവക്കുട്ടി ഇവനെ കൊന്നാലാ? കൈ വെക്കടാ, വെക്കടാ കൈ. ഇവനെ കൈ വെക്കാൻ പറ. പിന്നെ വാളി വെടി വെച്ചു. ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞു ഇല്ല. എന്തിരെ ഓടാ വണ്ടി എടുത്തിട്ടോടാ. എന്താണ് എന്താണ് എന്താടാ ഇവിടെ ഇത് മറ്റല്ലേ? വണ്ടി എടുത്തിട്ട് പോയായിരുന്നു. തുണിയൊക്കെ വന്നോ നീ അങ്ങോട്ട്? മാറ്റിയോ നീ? കൈ വെക്കടാ, നീ കൈ വെക്കടാ, കൈ വെക്കടാ, കൈ വെക്കടാ, പൊക്കടാ കൈ. പോടാന്ന് അളി അവനെ എനിക്ക് വേണം, പെട്ടെന്ന് അളി അവനെ വേണം എനിക്ക്, അവനെ വേണം. വണ്ടി ഇറങ്ങി നമ്മളെ വണ്ടി എവിടെ? വണ്ടിയല്ലേ നിങ്ങൾ 5 വർഷം പയ്യന്മാരിത്. അവൻ ഇപ്പൊ വേറെ അടിയേക്കല്ല മുട്ടയിക്കാണ്. നിക്കുന്നവരെ അടിച്ചിട്ടേക്ക് കൊറേ നേരെ. നമുക്ക് ആദ്യം അവനെ കളി, അവന് വേണേ, അവന് ഫിയർ ഇല്ല, അവന് വണ്ടിയില്ലേ. എന്തിന് അവൻ നേരത്തെ റേഡിയോ കോൾ എടുത്തപ്പോ SRR തോന്നുന്നു. അളി SR ആണെങ്കിൽ അപ്പൊ കൂടെ കേറി അവന് ചെയ്യവനെ. മങ്കി മാസ്ക് ഇട്ട് വരുന്ന അളിയാ ബഫർ മിണ്ടി പോരേ നമ്മളെ. നിങ്ങൾ അളി ഞാനോണ്ട് കൂടാ ധൈര്യമായിട്ട് ഞാനില്ല. അപ്പം കൂടെ ഒറ്റയ്ക്കാവുമ്പോ അവന്മാര് 4 അല്ല അപ്പൊ കൂടെ നിന്നെ തൊട്ടാ ഞാൻ ആരെന്നും നോക്കൂലോ, ഞാൻ വെടിവെച്ചു കൊല്ലോ അപ്പോഴേ. അത്രേ ഉള്ളു മാമ. പിന്നെ അല്ല നമ്മള് തമ്മില് വിദ്യ അഗ്രഹല്ലേ, കാണിച്ചു കൊടുക്ക് പിള്ളേർക്ക്, കാണിച്ചു കൊടുക്ക്. കാര്യം പറഞ്ഞേക്ക്. എന്താ ബ്രോ കാണിക്കുന്നത് ചോദിച്ചു. മേലെ 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 മങ്കി ഡാൻസ് കളിക്കുന്ന എന്ത് മൂഞ്ചാ നീ വന്ന എന്റെ കൂടെ? ഇവനാണോ? ഹലോ 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 ബ്രോ അല്ലേ നേരത്തെ വണ്ടി നിർത്താ പോയത്? ബ്രോ പിന്നെ എന്നെ കണ്ടേ എന്ത് പ്രശ്നം? നമ്മുടെ കൂട്ടത്തിലെ ഷർട്ടൂരി ഇവനൊക്കെ വന്നങ്ങ് ഗണ്ണ് ഫയർ ചെയ്യോ ഡയറക്റ്റ് മൊണ്ണ ആരടിക്കാൻ ബ്രോ ആര് ബ്രോ ഒരു കിട്ടാം മനസ്സിലായോ? അത്രേ ഉള്ളൂ. എടാ വണ്ടി നിർത്താ പോയത് ഇവനല്ലേ? കത്തിച്ചോ ഇവനെ കത്തിച്ചോ കത്തിച്ചോലാ തീട്ടത്തിനെ കത്തിച്ചോടാ കത്തിച്ചോടാ. ഈ തീട്ടത്തിനെ കൊണ്ടിട്ട് എന്ത് ചെയ്യാനാ?
എടാ, അപ്പുകുട്ടനുണ്ടോ? അപ്പുകുട്ടനുണ്ടോ? കളിക്കാനും തുടിക്കാനും അപ്പുകുട്ടൻ മാസിനൊരു കുറവില്ല. ആ, അപ്പുകുട്ടൻ അടിച്ചിട്ട് ചുമ്മാ ഇല്ലേ? ആരെ വന്നവൻ ഗണ്ണീം വീണത് തീട്ടം ശ്ശോ, മാസ്. ആ, മാസ്. മാസിനുള്ളിൽ മാസറാ, മാസ്. സാറേ, മാസ്. സൂയിപ്പടാ. അപ്പൊ ഇന്ന് ഹോസ്റ്റേജ് ഇല്ലല്ലോ, ഹോസ്റ്റേജ് ഇല്ല. ഹോസ്റ്റേജ് എടുത്തിട്ട് ഞാൻ ഗ്യാങ്ങിലില്ലെന്ന് മാർക്ക് അറിയായിരിക്കും. അവന്റെ കൂടെ ഉള്ള ഒരുത്തനുമില്ല അളി നാരദനെയല്ലേ അടിച്ചിച്ച? ഹലോ ബ്രോ, ഹലോ. എന്താ പ്രശ്നം എന്താണ്? ചുമ്മാ പറഞ്ഞോ, വെറുതെ ഒന്ന് അടിച്ചിടാനാ. അളി മാസാണോ? മാസറ്റ് പീക്ക് കേട്ടാ. വാണിംഗ് ഫയർ ചെയ്യാറില്ല ഇവന് കണ്ടി വാണിംഗ് ഫയറിലൂടെ ചെയ്ത പുണ്ടാമനെ പാടഞ്ഞെക്കും അടിക്കേണ്ട രീതി അറിയത്തില്ലേ? ബ്രോ കണ്ടേം ബ്രോ കണ്ടേ ചെയ്തല്ലേ മാസ് അതേനാസായി പാവം. കണ്ണയും ചെയ്തപ്പോ ആ, യുവസത്തില്ല. ഈ ഡയലോഗ് അടിക്കണം. വണ്ടി രാജേഷ് നോക്കാൻ കണ്ണയും ചെയ്ത് വെച്ചപ്പോ വണ്ടി നിർത്താതെ എന്നെ നെഞ്ചത്തോടെ കയറ്റിയിട്ടാണ് ഈ ഡയലോഗ് അടിക്കണം. അവനെ പൊക്കുന്നു വേണ്ട ആദ്യം മറ്റേ എന്നിട്ട് വാണിംഗ് ഫയർ വന്നില്ല. അവിടെ നിന്ന് ഞാൻ എത്ര വെടിവെച്ച്? ഞാൻ വെടിവെച്ച്, നാരദം വെടിവെച്ച്. നമുക്ക് ഇവനോതി നമുക്ക് വേറെ ഒരു മൈലുമില്ല. ഇത് നമ്മളെ വിജയം. ഇന്ന് അവര് ഇത് നമ്മളെ വിജയം. ഇന്ന് അവര് പണ്ണണം കഴിഞ്ഞ മാറിന് കളച്ചല്ലേ. മാസാണേ. സാലക്ക് വെയിറ്റാക്ക് സ്മോക്കർ പറയട്ടെ. അളിയ നാരദന അടിച്ചിട്ടാ. വാണിംഗ് പേരൊക്കെ ചെയ്തടാ, വാണിംഗ് പേരൊക്കെ ചെയ്ത് ചുമ്മാ ഡയലോഗ്. ഗാങ് ഇൻവോൾവ് ആയില്ല. ഇല്ലല്ലോ, നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ടാ വണ്ടിയുടെ ഒരിടത്തുണ്ട്. എന്റെ പേരിൽ അവൻ സിറ്റുവേഷൻ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ, മനസ്സിലാവും. അപ്പുകുട്ടനെ അടിച്ചിട്ടെങ്കിൽ അവൻ എടുക്കാം. അപ്പുകുട്ടനെ ചുമ്മാ അടിച്ചിട്ടുള്ള രീതിയിൽ അമ്മ സിറ്റുവേഷൻ എടുക്കാം, മനസ്സിലാവും. നോക്കാം. ഇല്ലടാ, അപ്പുറത്ത് നാരദനുണ്ട്. ഇറങ്ങി അടിച്ചിട്ടാലോ അമ്മേനെ. നമ്മ ഗ്യാങ് മെൻഷൻ ചെയ്യണ്ട. നമ്മളിപ്പോ ഫിയർ ആർ പി ചെയ്യും. നമ്മള് ഫിയർ ആർ പി കളിക്കണം കേട്ടോ. നമ്മള് ഫിയർ ആർ പി കാണിച്ചറ. ഞാൻ ഇനിയിപ്പോ എന്തായാലും ഫിയർ ആർ പി കളിക്കേണ്ടി വരും. ഇതിപ്പോ എന്തായാലും ഫിയർ ആർ പി കളിക്കേണ്ടി വരും. സീൻ ഉണ്ടാ നോക്കിയേ. ഇപ്പൊ നോക്കിയോ ടിസ്റ്റ് കാണിച്ചരാണ്. ആദ്യം ഇത് കണ്ടി then that കണ്ടി. നാരദൻ പോയി. ഒന്നും മിണ്ടണ്ട, കൈവെക്കടാ. തൊളത്തേറ് അത്രയുള്ളൂ. ബാബാ ആളെ കിട്ടിയിട്ടുണ്ട്. എടാ വെയിറ്റ് ആക്ക്. ഇവനെ എന്ത് പൊക്കി ഹലോ അത് സംസാരിച്ചു തീർക്ക. പോണേ ഒരുമിച്ച് എല്ലാരും വണ്ടി കയറാ. ഇനി കൊടയക്കണമല്ല ദൈവമേ. നമ്മുടെ ഭാഗത്തുനിന്ന് സോറി ബ്രോ അടിച്ചേനെ, മനസ്സിലായോ ബ്രോ? നമ്മള് അടിച്ചാണ് പറഞ്ഞ അക്സെപ്റ്റ് ചെയ്തില്ല. സോറി ബ്രോ, സോറി സോറി പറഞ്ഞല്ലോ. വണ്ടി കയറല്ലെങ്കിൽ റെഡ് വണ്ടി പ്രശ്നം എന്തിനാണ് ബ്രോ ഫയർ? മച്ചാനുണ്ടോ? ഹലോ ഞാൻ കൺപോയിന്റ് ചെയ്തു. ഞാൻ പറഞ്ഞ വണ്ടി ഇറങ്ങാൻ പറഞ്ഞ വണ്ടി
ബ്രോ അപ്പൊ എന്റെ നെഞ്ചത്തോടെ കയറ്റിയിട്ടല്ലേ വണ്ടി എടുത്തോണ്ട് പോയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴാണ് ഞാൻ ഫയർ ഞാൻ ചെയ്തത്. ബ്രോ എടുത്തൊരു കാര്യം ചോദിക്കട്ടെ, ബ്രോ എന്തിനാണ് കണ്ണേം ചെയ്തത്? ബ്രോ മറ്റേ മുതുക്കിന്റെ ആ സൈഡിൽ വെച്ച് നേരത്തെ ഇതുപോലെ ഏത് സൈഡിൽ വെച്ച് ആര് സിറ്റുവേഷൻ ഉണ്ടാക്കി? ബ്രോ എനിക്ക് ഞാൻ ബ്രോ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. റിപ്പയറിന് അവിടെ വെച്ചിട്ട് നേരത്തെ ഞാനും അപ്പുകൂട്ടും നമ്മൾ കുറച്ച് പയ്യന്മാരായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതേ സെയിം വണ്ടിയിൽ നിങ്ങളാണെന്ന് തോന്നുന്നു. നിങ്ങളാണ് നിങ്ങളോ? നിങ്ങൾ ബ്രോ ബ്രോ എനിക്ക് ബ്രോനെ അറിഞ്ഞൂടാ. ബ്രോ എനിക്ക് ബ്രോനെ അറിഞ്ഞൂടാ. ബ്രോ അപ്പൊ 4 പേര് വന്ന് അവിടെ സംസാരമായി. അപ്പത്തേക്ക് ആ വണ്ടി എടുത്തിട്ട് പോയി തട്ടിയിട്ട്. അപ്പൊ കൊണ്ട് തട്ടി അപ്പത്തേക്ക് വണ്ടി എടുത്തോണ്ട് പോയി. നിർത്തിയില്ല. ഞാൻ പറഞ്ഞു കണ്ണേ ചെയ്തപ്പോ വീണ്ടും വണ്ടി നിർത്താൻ എടുത്തോണ്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഇപ്പം ഡ്രസ് ഷോപ്പിൽ വന്നപ്പം അതേ സെയിം വണ്ടി മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബസ് അടിച്ചിട്ട് ഞാൻ പറഞ്ഞത് വണ്ടി ഇറങ്ങാൻ മനസ്സിലാവും. അത്രേ ഉള്ളൂ. എടാ സ്മോക്കറുടെ സംഭവം എന്താ അറിയാം? ബ്രോ ആ വണ്ടിയിൽ എന്നെ ഇവൻ വെടിവെച്ചായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ആ സമയത്ത് ഞാൻ നോക്കുമ്പോ ഞാൻ ചുമ്മാ ഡ്രസ് ഷോപ്പിൽ ഡ്രസ് മാറാൻ വന്ന എന്നെ ബ്രോക്ക് എണ്ണയും ചെയ്തിട്ട് ഇറങ്ങാൻ പറയുന്നത്. ഞാൻ എന്തിനാ ഇറങ്ങണം? ബ്രോ അതാണ് ഞാൻ പറയുന്നത്. ബ്രോക്ക് ഫ്രീ ഇയറില്ലേ? ബ്രോ മറ്റേ വന്നുടനെ ഗണ്ണെടുത്ത് ഫയർ ഇല്ല ബ്രോയുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. ബ്രോ ഒറ്റ ഒരാളാണ് എന്നെ കണ്ണയും ചെയ്യുന്നത്, മനസ്സിലായ? ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നത്, ഞാൻ എന്തിന് ഫിയർ കാണിക്കണം? ബ്രോ എയറല്ലേ പിടിച്ചോണ്ട് നിൽക്കണ? വെയിറ്റ് അതും പറഞ്ഞ് നെഞ്ചത്തൂടെ കയറ്റിട്ടല്ല പോകേണ്ടത്, മനസ്സിലായ? സൈഡിൽ കൂടെ എടുത്തോളാം. എന്റെ നെഞ്ചത്തൂടെ കയറ്റിട്ട് പോയിട്ട് ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. ബ്രോ പിന്നെ എന്നെ കണ്ണേം ചെയ്യുമ്പോ ബ്രോ ഞാൻ ഇറങ്ങിയിട്ട് ബ്രോ എനിക്ക് വന്ന് ഉമ്മ തരണോ? ഞാൻ എന്നെ കണ്ണേം ചെയ്ത് വെക്കുമ്പോ പിന്നെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോകണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ബ്രോ വണ്ടി എടുത്തോണ്ട് പൊക്കോ, പക്ഷെ അത് എന്റെ നെഞ്ചത്തൂടെ കയറ്റിക്കൊണ്ടല്ല പോകണ്ടേ. ബ്രോ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ ബ്രോ? ഹലോ ബ്രോ കണ്ണെടുത്ത് അടിക്കത്തിന് കഴിച്ചിക്കണോ നിനക്ക്? കഴിച്ചിക്കണ വല്ല മുള്ളൊരിക്കാൻ പോയി കയറാ കാണിച്ചിക്കണെങ്കി. അതാരാ നമ്മുടെ മുമ്പിലുണ്ട് എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. കഴിവില്ല ഒന്നുമില്ല, താളമില്ല. കൊണക്കല്ലേ കൂടുതൽ കൊണക്കല്ലേ നീ? മര്യാദക്കാണ് കാര്യം സംസാരിക്കണം. ചുമ്മാ വെറുതെ വന്ന് അടിച്ചിട്ട് കൊണക്കണ നീ. ബ്രോ ബ്രോയുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അങ്ങനെയാണ് ഉണ്ടായത്? നാളെ ക്രോസ് ആണ്. നിന്റെ മേത്തുന്നാണ് നീ വളർത്തി വെക്കുന്നത്. പിന്നെന്ത്? അപ്പൊ ഇനി മിണ്ടല്ലേ? ഇനി നീ മാസ് കഴിയണവരെ നിക്കട്ടെ, മാസ് കഴിയണവരെ നിക്കട്ടെ, എന്നിട്ട് കൊടുപ്പിടാൻ അങ്ങോട്ട്. മനസ്സിലായ? നീ കൊണക്കാണ് മാക്സിമം കൊണക്കി. നീ കൊണച്ചാണ്ടല്ല, നിന്റെ സമയം റീസെറ്റ് ആയി ഇവിടെ തന്നെ നിൽക്കും. മനസ്സിലായ? കൊണക്കാണ്ട് കൊണക്കടാ നീ കൊണക്കി. പാർസലായിട്ട് നിനക്ക് തന്നെ വന്നോളും, കുഴപ്പമില്ല. നീ കൊണച്ചോ. ആയിക്കോട്ടെ. ഹലോ ബ്രോ നേരത്തെ ഞങ്ങളെ വെടിവെച്ച് നേരത്തെ മുതുക്കിന്റെ അവിടുന്ന് കഴിവില്ലാത്ത വെടിവെച്ചതിനേക്കാ. ഓ ബാഡ്. പിന്നെ വണ്ടി കിട്ടി നീ വെറുതെ പറയാൻ പറ്റത്തില്ലേ ബ്രോ? വണ്ടി കണ്ണേം ചെയ്തപ്പോ വണ്ടി നിർത്തിയില്ല, അതുകൊണ്ട് ബ്രോക്ക് സംസാരിക്കാറിനൂടെ? മുന്നേ നീ മനസ്സിലാവും. അതല്ല സംസാരിക്കാറുണ്ട്. എല്ലാത്തിനും മുമ്പ് ഗണ്ണെടുക്കോ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ വെടിവെക്കോ നീ? വെയിറ്റ് തുടങ്ങിയത് റിപ്പയറിന്റെ അവിടെ വെച്ചിട്ടാണ്, മനസ്സിലാവും? അവിടെ വെച്ചിട്ടാണ് വെടിവെച്ചത്. അവിടെ വെച്ച് ആര് വെടിവെച്ച്? അമ്പളിക്കല്ലേ നീ? ഒരു കാര്യം ബ്രോഡ് ചോദിക്കട്ടെ. ശരി, സിറ്റുവേഷൻ ഇപ്പം അങ്ങോട്ട് വെടിവെക്കുക, വണ്ടി ഇടിച്ചെന്ന് വിചാരിച്ചു. ബ്രോ ഗ്യാങ് അല്ലല്ലോ ഒന്നാമത്തെ കാര്യം.
ബ്രോ വന്ന് അടിക്കുന്നത് മിക്കവാറും ഗ്യാങ് ആയിരിക്കും. അല്ല ബ്രോ, ഞാൻ ഒരു കാര്യം പറയാം. ഈ സിറ്റിസന്റെ കയ്യില് നടന്ന ബ്രോ ഞാൻ മൊത്തം ഒരു കാര്യം ഞാൻ പറയട്ടെ. ബ്രോ വന്ന് മിക്കവാറും കുണയ്ക്കുന്നതോ ഇടിക്കുന്നതോ അല്ലെങ്കിൽ വെടിവെക്കുന്നതോ ഏതെങ്കിലും ഗ്യാങ്ങിന്റെ അടുത്താണെങ്കിൽ ഇതാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പൊ എന്റെ ആദ്യം വന്ന് സംസാരിക്കണം. ഞാൻ ബ്രോയുടെ അടുത്ത് കുണയ്ക്കോ അല്ല വലിയ ഗ്യാങ്ങോ ചെറിയ ഗ്യാങ്ങോ ഞാൻ അതല്ല ബ്രോയുടെ ഞാൻ ബ്രോയുടെ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പൊ ഇത്ര അവസരമാകാൻ കാരണം എന്താ വെച്ചാൽ ബ്രോ ആദ്യം സംസാരിക്കണം. എടാ നീ എന്തിനാ വെടിവെച്ചത് പറയാൻ വെടിവെച്ചായിരിക്കും, ചിലപ്പോ പറയാണ്ട് ഇടിച്ചായിരിക്കും. ബ്രോ വന്ന് ആദ്യം കാര്യം സംസാരിച്ച് സോൾവ് ചെയ്ത് പോകേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ബ്രോ തന്നെയല്ലേ നേരത്തെ അവിടെ മറ്റേ നമ്മളെല്ലാരും കൂടെ നിന്നപ്പോ വണ്ടിക്ക് വന്ന് ഇടിച്ച് കുറച്ചേരം തറയിട്ടത് ഇടിച്ച്. ആ സമയത്ത് വന്ന് സംസാരിച്ച് തീരാതെ പ്രശ്നമുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഇവിടെ സിറ്റിയിൽ ഒരുപാട് ഗ്യാങ് ഉണ്ട്. നിങ്ങൾ വന്ന് മറ്റേ ഈ സിവിലിനായിട്ട് മാസ് കാണിക്കാൻ വന്നേനാ അവന്മാർ അടിച്ചിടും സ്പോട്ടിന്. വലിയ കാര്യത്തില് ഫിയറുടെ കാര്യം പറയല്ലോ ബ്രോ. സിറ്റീസിന്റെ കയ്യിലെ എവിടെ ബ്രോ അതെനിക്കൊന്ന് പറഞ്ഞുതരൂ. സൂപ്പർ ബ്രോ, അത് ഭയങ്കര കഴിവാണ് ബ്രോ. സിറ്റിസനെ വലിയ കഴിവ്. നമുക്ക് പീഡിനെ വിളിച്ച് അവന്റെ ഏറാൻ കൊടുത്താലോ? വലിയ കഴിവായി ബ്രോ. അത് ഓ സിറ്റിസന്റെ കണ്ണിട്ടാണ്ടിരിക്കാൻ ഇരിക്കട്ടെ. കഴിവുണ്ടെങ്കിൽ കഴിവില്ലല്ലോ, അടിക്കത്തില്ലല്ലോ. വെച്ചോ ബ്രോ, ആ ഉള്ളതില്ലാത്ത ബ്രോ കണക്കാ. മനസ്സിലായാ? ഇത് കമ്പ് നിന്നെ അടിക്കാനുള്ള അടിച്ചു പഠിപ്പിക്കാം നേരാക്കാനുള്ള കോല്. എന്നിട്ട് ബാക്കി പറയാനല്ലോ ബ്രോ. ബ്രോ മര്യാദയ്ക്ക് നടന്നാൽ മതി. മനസ്സിലായ ബ്രോ? എന്തേലും കാര്യം സംസാരിക്കാനായിട്ട് അല്ലാണ്ട് ഡയറക്റ്റ് കണ്ണേം ചെയ്ത് വെളിയിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ ആരും നിക്കൂല ബ്രോ. ഞാൻ അറിയാലോ ഇപ്പൊ ബ്രോ ഇങ്ങനെ ചുമ്മാ നിൽക്കും. അപ്പൊ ഒരുത്തം വന്നിട്ട് ബ്രോനെ കണ്ണേം ചെയ്തിട്ട് കൈ വെക്കറാന്ന് പറഞ്ഞ ബ്രോ ചുമ്മാ കൈ ബ്രോ അങ്ങനെയാണ് ചെയ്തത്. മനസ്സിലായ ബ്രോനെ കൂട്ടല്ല എല്ലാവരും. അതാണ് വ്യത്യാസം. മനസ്സിലായ എന്താണ് ഇവനിപ്പ എന്താണ് ബ്രോ അവിടെ സംസാരിക്കായിരുന്നു. മനസ്സിലായോ? അവിടെ ഒന്ന് അവിടെ ബ്രോ സംസാരിക്കണം ചെയ്തത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വെറുതെ ഡ്രസ് ഷോപ്പിൽ ഡ്രസ് മാറാൻ വന്ന എന്റെ അടുത്ത് ഗണ്ണയും ചെയ്തിട്ട് വെളി ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് സംസാരിക്കണം ബ്രോയുടെ അടുത്ത്? എനിക്ക് മനസ്സിലാവാ സംസാരിക്കാറിനൂടെ കളിയായവന്. ബ്രോ എന്തിനു മണ്ടത്തരം പറയുന്നേ? ഞാൻ വെറുതെ വന്ന എന്നെ ഗണ്ണയും ചെയ്തിട്ട് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് നിന്ന് തരണോ ബ്രോയ്ക്ക്? ഞാനായിട്ട് ഇപ്പൊ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്രോ പറയുന്ന നേരത്തിൽ ന്യായമുണ്ട്. എനിക്കിത് ബ്രോനെ അറിയും കൂടിയില്ല ബ്രോ. ഞാൻ വെറുതെ ഡ്രസ് പറയുമ്പോൾ എന്റെ ഗണ്ണയും എന്നിട്ട് വെളി ഇറങ്ങണാന്ന്. എന്നിട്ട് ഞാൻ എന്റെ മീൻസ് ബ്രോ ഗണ്ണയും ചെയ്തപ്പോഴാണ് ഞാൻ വണ്ടി എടുത്തിട്ട് പോയത്. ബ്രോ എന്റെ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു, ഞാൻ വണ്ടി എടുത്തിട്ട് പോയി. അപ്പൊ ബ്രോയുടെ ദേഹത്തോട്ടേന് ബ്രോ ഒന്നും ഇണ്ടാണ്ട് നേരെ അടിച്ചേക്കുന്നത്. ഇതിലൊക്കെ ഞാൻ എന്ത് പറയാം ബ്രോയുടെ അടുത്ത്? അല്ലെങ്കിൽ ബ്രോ ഇപ്പൊ ബ്രോ രണ്ടാമത് എന്റെ റിപ്പയർ എടുത്ത് എന്റെ അടുത്തോട്ട് വന്നല്ലോ. അപ്പൊ ബ്രോയ്ക്ക് കാര്യം സംസാരിക്കായിരുന്നില്ല, നീ ആണോ ചെയ്തെന്ന് ചോദിക്കായിരുന്നില്ല. അതെന്തുകൊണ്ട് ബ്രോ ചോദിച്ചില്ല? ബ്രോ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ ബ്രോ. അതെന്ത് വണ്ടി എടുത്തോണ്ട് ബ്രോയുടെ നെഞ്ചത്തോടെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയപ്പോഴാണ് ബ്രോ എന്നെ ഗണ്ണേം ചെയ്തപ്പോഴാണോ പറയുന്നത്? എന്നെ ഗണ്ണേം ചെയ്തതാണുള്ള പ്രശ്നം. നീ ഇടിച്ചിട്ട് തന്നെ പോവുള്ളൂ. നീ മനസ്സിലായോ? ആ സമയത്ത് രക്ഷപ്പെടാൻ നിനക്ക് അതാണ് നിന്റെ പ്രയോറിറ്റി. മനസ്സിലാക്കും. അത്ര വിളിച്ചുകൊണ്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഇവൻ എന്താ ചെയ്യട്ടെങ്കിൽ വിടറേ. പറഞ്ഞോളൂ. പോട്ടെ. എന്തേലും ചെയ്യണ്ടടാ. എന്തേലും എന്നെ ഇട്ട് തരാ. നാളെ എന്തായാലും ഇത് അപ്പുക്കുട്ടൻ അറിയാം. ഈ കേസ് അപ്പുക്കുട്ടൻ അറിയാം. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാ? അപ്പുക്കുട്ടനൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്രോന്റെ പേരെന്താണ് ബ്രോ? മാമൻ. സ്മോക്കർ എന്താ സ്മോക്കറെ? പറ. വിട്ടേര്. പോട്ടെ. സൂട്ടൂറാണ് അവിടെ. അപ്പുക്കുട്ടന്റെ ഒരു സീൻ ഉണ്ട്. അപ്പുക്കുട്ടൻ അടിച്ചൊന്നില്ല മിസ്ഫയർ ആയതാണേ. സോറി ബ്രോ, മിസ്ഫയർ. ഉമ്മാർക്കറിയാം. മനസ്സിലായോ? ഉമ്മാർക്കറിയാം. ഉമ്മാരെ അപ്പുക്കുട്ടനായിട്ട് ഇപ്പൊ പ്രശ്നമായ ഇപ്പൊ മാറാവും ടി വി ആയിട്ട് സിറ്റുവേഷൻ ആണ്. ഇതിപ്പോ കറക്റ്റ് ഉമ്മാർക്ക് അറിയാം ഞാൻ ഗ്യാങ്ങിൽ ഇല്ലെന്ന്. കറക്റ്റ് ഉമ്മാർക്ക് അറിയാം. എല്ലാം അണ്ടി അറിയാം. അതുപോലെ എന്നെ മാത്രം എടുത്തുകൊണ്ട് അവൻ ആദ്യം ബുക്ക് ഇവനെ ബുക്ക് എന്നൊക്കെ പറഞ്ഞ് നൈസിൽ എന്നെ മാത്രം കൊണ്ടുവന്നു. ഏത് സൂപ്പർ പരിപാടി. ബ്രോഡയിൽ ഏറുണ്ട് ഇപ്പോഴും? ഉണ്ട് ബ്രോ, ഉണ്ട്. ഇനി എത്ര ഏറോടി ഉണ്ട് ബാക്കി? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ആണോ? ഇത് പോയപ്പാ
ഞാനൊരു കാര്യം പറയട്ടെ, ഫസ്റ്റ് ഞാൻ സിറ്റിസൺസിനോട് AR കൊണ്ട് നടന്നുകൂടാ. പുറത്തോട്ട് കൊണ്ട് എവിടെ കാര്യങ്ങളൊക്കെ പറയുന്ന ബ്രോയ്ക്ക് അതും കൂടെ അറിയണ്ടേ. എവിടെന്നോ സറണ്ടർ അടിച്ചോ. എന്താ ബ്രോ എന്താ സറണ്ടർ സറണ്ടർ നിർത്തി കത്തിക്ക അല്ലേ ബ്രോ? ചുമ്മാ ഒന്നും ചെയ്യണം ഒന്നും ചെയ്യണം അവിടെ ബ്രോ ഞാനും കണ്ട അവിടെ നിന്ന് പുറത്തോട്ട് വല്ല ബ്രോ സാറോടെ കുറച്ചും കൂടി വെച്ചോ. എനിക്ക് വയ്യ ഇത് കാണാൻ. എന്റെ ചെറുക്കന്മാരില്ലാതായി പോയി. ഓക്കെ ബ്രോ. ആ ഒരേ ആറും പോയില്ലപ്പാ. ഓക്കെ പോയിട്ടോ ബ്രോ. നമുക്ക് വേറെ ദേഷ്യമൊന്നുമില്ല ബ്രോ, ചുമ്മാ ഇങ്ങനെ കൊണക്കല്ലേ ബ്രോ ആരോട് മനസ്സിലായോ? ഫസ്റ്റ് എന്നോട് സംസാരിക്കാൻ പുറത്തിറങ്ങാൻ പറയാ. ഈ സംഭവം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി മനസ്സിലായി. നമ്മള് ബ്രോ മറ്റേ അവന്മാര് നല്ലവന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കേക്കണ്ട താല്പര്യടാ അവരെ കൺമുന്നിൽ ഒന്നും കൂടെ കത്തിക്കേണ്ടി വരും. ഇതിപ്പോ അഡ്മിൻ വന്ന് പൊക്കിയാലല്ലേ പറ്റൂ. ഇല്ലല്ല ഇതിപ്പോ ഇവന്മാര് ഇനിയിപ്പോ നന്മ വരാൻ കളി മനസ്സിലായി. ഇനിയിപ്പോ മറ്റേ പറയും, ഓ ബ്രോ മര്യാദയ്ക്ക് സംസാരിച്ചു ഒരു പ്രശ്നമില്ലായിരുന്നു ബ്രോ ഇങ്ങനെ സംസാരിച്ചു ഒരു സീൻ ഇല്ലായിരുന്നു ബ്രോ, എന്താണ് ബ്രോ മനസ്സിലായോ? മറ്റേ ഇനി നന്മ വരണം. ഇനി നന്മ വരണം. ക്യാരക്ടർ കത്തിച്ചാണ് റീസ്പോൺ അടിപ്പിക്കോ. ഇനി നിങ്ങൾ കാണാൻ നമ്മുടെ ഒരു ക്യാരക്ടർ സ്വിച്ച് ആണ് അവിടെ. ബൈ ബ്രോ. ഒന്നുകൂടി കത്തിക്കണം. ഒന്നുകൂടി നിർച്ചേക്ക്. എപ്പോഴും പറയുന്ന വേറെ സീനൊന്നുമില്ല, നമുക്ക് മാക്സിമം കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കാം. ഇവന്മാരെന്നടാ പറക്കട്ടെ. നമ്മുടെ അടുത്ത് വണ്ടി കണ്ണയും ചെയ്ത് നമ്മൾ വണ്ടി നിർത്തല്ലേ ചെയ്യൂ. വണ്ടി നിർത്തി സംസാരിക്കണം അല്ലേ? അതല്ലേ ചെയ്യണം. എനിക്കറിഞ്ഞൂടാ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇവ ഫസ്റ്റ് ആദ്യമേ റിപ്പയർ ഷോപ്പിന്റെ അവിടെ വെച്ച് വണ്ടി നിർത്തിയില്ല, വീണ്ടും അവിടെ വെച്ചിട്ട് വണ്ടി നിർത്തിയില്ല. മനസ്സിലായി ഇവന് എന്തിനൊക്കെ പോയളിയാ. ബ്ലാക്ക് മണി എല്ലാം